ഇസ്രയേൽ എന്തിനാണ് ലെബനാനിൽ ഇപ്പം തകൃതിയായിട്ട് ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇസ്രയേൽ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളെ ചൊല്ലിയുള്ള വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് യൂട്യൂബിൽ ചില വാറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചിലപ്പോൾ കാണിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. വീഡിയോ ഇതിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പൊ എന്തായാലും അതിനെ ചൊല്ലി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളും വെച്ചാല് ആ വീഡിയോയിൽ പറയുന്നത് ഈ ഖഫർഖല എന്ന് പറഞ്ഞ ലെബനാന്റെ ഭാഗത്ത്, അതായത് ശരിക്കും പറഞ്ഞാൽ നോർത്തേൺ ഇസ്രയേലിൽ, ഞാൻ ഈ മാപ്പിൽ കാണിക്കാം, നോർത്തേൺ ഇസ്രയേലിൽ നഹാരിയ, ഹൈഫ ആ ഭാഗങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് ഈ ലെബനാനുമായിട്ട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അത് കൂടാതെ ഡമസ്കസ്, സിറിയ, അതൊക്കെ അതെല്ലാം ഈ ബോർഡറുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ക്ലോസർ പ്രോക്സിമിറ്റിയിൽ ഇരിക്കുന്ന ഒരു സിറ്റിയാണ് ഈ മെറ്റൂല എന്ന് പറഞ്ഞ ഒരു സിറ്റി എന്ന് പറയാം. മെറ്റൂല സിറ്റിയുടെ അടുത്തായിട്ട് വരുന്ന ഒരു വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഖഫർഖല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിറ്റിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് നിറയെ ഇവന്മാര് റോക്കറ്റുകളും ഈ വെപ്പൺസും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പതുക്കി വെച്ചിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് മൊസാദ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പൊ ലെബനാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള കടുത്ത ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം. അതായത് എത്ര തവണ ഇസ്രയേൽ ഇതിനെ അറ്റാക്ക് ചെയ്ത് മറിച്ച് വിട്ടാലും ഇവന്മാർ വീണ്ടും ഈ റോക്കറ്റുകൾ കൊണ്ട് ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ പൂഴ്ത്തി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ അറ്റാക്ക് നല്ല രീതിയിൽ ഒരു 1000 പേരെയോ 500 പേരെയോ കൊല്ലുന്ന രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഹിസ്ബുള്ള ടെററിസ്റ്റുകൾ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഇസ്രായേൽ ഒരു ബഫർ ടൈമാണ്. കാരണം അവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇൻസൈഡ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ സീസ് ഫയറിനും അതേപോലെ ഈ ബന്ദികളെ വിട്ടുകിട്ടാനുള്ള നല്ല രീതിയിലുള്ള തകൃതിയായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ അതിനെ ഇവർ മുതലെടുത്തോണ്ട് ഇവരുടെ കയ്യിലുള്ള ഈ മാലപ്പടക്കം പോലത്തെ ഈ ഒരു ചെറിയ റോക്കറ്റുകൾ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് ഇപ്പൊ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയ സ്ഥിതിക്ക് 11 നില വരുന്ന ഒരു ബിൽഡിംഗ് ഒറ്റയടിക്ക് അടിച്ച് താഴെ ഇടുകയാണ്. അപ്പൊ ഇസ്രായേലിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എയർ സ്ട്രൈക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻഡ് ആർമിയാണ്. അവിടെ പോയിട്ട് നമ്മൾ ഒരു ട്രെയിനിങ് ഇല്ലാതെ ഈ അഴകുഴമ്പൻ പരുവത്തിൽ നടക്കുന്ന ഒരു ആർമിക്കൊന്നും പോയിട്ട് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഞാനൊന്ന് ചോദിക്കാം, ലക്ഷക്കണക്കിൽ സോൾജേഴ്സ് ഉണ്ട് ഹിസ്ബുള്ളയുടെ കീഴിൽ. ഒരു ഗ്രൗണ്ട് അറ്റാക്ക് അവർ മുതിരാത്ത എന്താണ് കാരണം? പറ്റത്തില്ല, നടക്കത്തില്ല. ആ ഇസ്രായേലിന്റെ ബോർഡറിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ അഥവാ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ പോയിന്റിൽ ഈ ഒരു ഗേറ്റ് പൊളിച്ചകത്ത് പോവുക, ആ പരിപാടി നടക്കുള്ളൂ. ടെറർ അറ്റാക്ക് മാത്രമേ നടക്കുള്ളൂ. അത് ടെറർ അറ്റാക്ക് ഈവൻ US വരെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. US ട്വിൻ ടവർ അടിച്ചിട്ടത് അങ്ങനെയാണല്ലോ. അല്ലാതെ അമേരിക്ക എടുത്ത് നേരിട്ട് പോയി മുട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒളിഞ്ഞും പാത്തുമുള്ള തീവ്രവാദപരമായിട്ടുള്ള ആക്രമണങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ്. അതിലൂടെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു മാർഗവും ഇതിനകത്ത് അവർക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ഹെസ്ബുള്ളയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ആർമി സ്മോൾ ഇൻ നമ്പേഴ്സ്, വളരെ കുറഞ്ഞ നമ്പറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഹെഡ്, ഹിസ്ബുള്ളയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഹെഡായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കമാൻഡറെ വധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് എലിമിനേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെ കൃത്യമായ ആൾക്കാരെ കണ്ടെത്തി ടാർഗറ്റഡ് അറ്റാക്ക് നടത്തിയാണ് ഇസ്രായേൽ IDF മുന്നോട്ട് പോകുന്നത്. ഇനി ലെബനാനിൽ 2 ആഴ്ചത്തേക്ക് ലെബനാൻ നല്ല രീതിയിലുള്ള അറ്റാക്ക് ആയിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ലെബനാനിൽ പല സ്പോട്ടുകൾ ഇസ്രായേൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. അവിടത്തേക്ക് തന്നെ ടാർഗറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ഈ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യുന്ന കാര്യം ഒരു ദിവസത്തിന് മുമ്പ് തന്നെ പ്രയർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടാണ് ഈ 11 നില ബിൽഡിംഗ് അടിച്ചിടുന്നത്. കാരണം ഇതിന്റെ അടിയിൽ വെപ്പൺ ഫാക്ടറി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് റോക്കറ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറി, ഹിസ്ബുള്ളയുടെ അതേപോലെ ഗോഡൌൺ, നല്ല രീതിയിൽ ഈ വെപ്പൺസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഗോഡൌൺ ഉണ്ട്. ആ ബിൽഡിംഗ് അതുകൊണ്ട് തന്നെയാണ് അടിച്ചിടുന്നത്. ഇത് ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ച് തകർത്തിടുന്നത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബിടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ തുരങ്കമുണ്ട്. ആ തുരങ്കത്തിന്റെ ഉള്ളിലാണ്, അണ്ടർഗ്രൗണ്ടിലാണ് ഇവർ ഈ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 11 നില ബിൽഡിംഗ് അടിച്ചിടുന്നതെന്ന് വെണ്ടക്കാശ്വരത്തിൽ മൊസാദിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളതാണ്. ലെബനാൻ ജീവിക്കാൻ അനുയോജ്യമല്ലാത്തൊരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇമേജ് ഒരു കൂട്ടം ഹമാസ് തീവ്രവാദികളെ ജബാലിയ ഭാഗത്ത് നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തോടെ സറണ്ടർ ആയിരിക്കുകയാണ്. അവരുടെ കണ്ണും മുടിയും മുഖവും തലയെല്ലാം കെട്ടി ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിക്കപ്പിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത് ഹമാസിന്റെ ടെററിസ്റ്റുകളെയാണ് ഇത് മൊത്തത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇതൊക്കെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ഇവർ ഈ ഒരു നിരന്തരം ഇങ്ങനത്തെ ഒരു പ്രവൃത്തികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ.
അത് ഇവർക്ക് ഇത് ഒരിക്കലും പിന്നെ താഴ്ത്തി വെക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഒരിക്കലും ആയുധം കീഴിൽ വെക്കാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അറ്റാക്ക് നടത്തി ഈ ഗാസ മൊത്തം ഇസ്രായേലിന്റെ കൺട്രോൾ വന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു അറുതി ഉണ്ടാവുന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും അവർ ഗാസ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്തോ ലെബനാനെ അതിന് പകരം അവർ അഡ്വാൻസ്ഡ് ആയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ലെബനാനും കൂടെ ചേർത്ത് ഇപ്പൊ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഗാസ പോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ലെബനാൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അവിടെ പോയി ഇരുന്നുകൊണ്ട് വീണ്ടും ആ ബോർഡറിൽ നിന്ന് തോന്നും, പിന്നെ ആ ബോർഡർ എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഇവർ പറയും ഒക്കുപേഷൻ എന്ന് പറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇസ്രായേലിന്റെ ഭാഷയിൽ ഒക്കുപേഷൻ ഇല്ല കേട്ടോ. ഇസ്രായേലിന്റെ ഭാഷയിൽ നെയ്ബർഹുഡ് എന്നാണ് പറയുന്നത്. ഈ പിന്നെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭാഗത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പേര് അവർ ഉപയോഗിക്കുന്നില്ല. അവർ ഒക്കുപ്പൈഡ് പാലസ്തീൻ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇത് ഞാൻ രണ്ട് സൈഡിലുള്ള ഈ ഒരു ന്യൂസ് വായിക്കുന്നതുകൊണ്ടാണ്, രണ്ട് സൈഡിലുള്ള റിപ്പോർട്ടിംഗ് വായിക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഇവർ തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഒക്കുപേഷൻ എന്ന് ഒരിക്കലും ഒരു വാക്ക് ഇസ്രായേലിൽ ഉപയോഗിക്കാറില്ല. പിന്നെ ഇസ്രായേൽ പറയുന്ന നെയ്ബർഹുഡ് എന്നാണ് പറയുന്നത്. ടെർമിനോളജി തന്നെ, അതായത് ഉച്ചാരണം തന്നെ അവർ ഇങ്ങനെയാണ് പിന്നെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇതേ അവസ്ഥ തന്നെയായിരിക്കും അവരുടെ അടുത്ത തലമുറയിൽ പകർന്നു കൊടുക്കുന്നത്. അവർ ഒക്കുപ്പൈങ് പാലസ്തീൻ ആയിരിക്കുമല്ലോ അവരുടെ ആ സ്കൂളുകളിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഈ ഒരു പിന്നെ പാലസ്തീനിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഗാസയിലെ കുട്ടികൾക്ക്. അപ്പൊ അവരുടെ കോൺസെപ്റ്റ് എപ്പോഴും ഒക്കുപ്പൈങ് പാലസ്തീൻ തന്നെയായിരിക്കും. അത് ഇസ്രായേലിന് അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. അപ്പൊ ഇപ്പോഴും വളർന്നു വരുന്ന ജനറേഷൻ ഇപ്പോഴും ഒക്കുപ്പൈങ് പാലസ്തീൻ എന്നുള്ള നിലയിൽ തന്നെ വരുമ്പോഴത്തേക്കും അവരിലൂടെ എന്താണ് ഇവർ പകർന്നു കൊടുക്കുന്നുള്ളത് ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയിൽ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ എയ്ഡ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഏതാണ്ട് 750ഓളം ട്രക്കുകൾ ഓൾറെഡി ഗാസയുടെ ഭാഗത്തുള്ളിൽ എത്തിയിട്ടുണ്ട്. അത് അവിടെ ലോക്കലായിട്ട് തന്നെ ബ്രെഡ് മാനുഫാക്ചറിങ് സ്റ്റോറുകളെല്ലാം നോർത്തേൺ ഗാസയിലും സദേൺ ഗാസയിലെല്ലാം ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രെഡ് എല്ലാം അവൈലബിൾ ആണ്. അതിൽ 700 മുകളിലുള്ള ട്രക്കുകൾ ഉള്ളിൽ പോയിട്ടുണ്ട്. അതായത് ഇവർ ഏത് വഴിയിലാണോ അടിച്ച് കയറി വന്ന് ഇസ്രായേലെ ആക്രമിച്ച് 1200 പേരെ കൊല്ലുകയും 250 പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത അതേ ഗേറ്റ് വഴി തന്നെയാണ് ഇവർക്ക് എയ്ഡ് കൊണ്ട് കൊടുക്കുന്നത്. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. ആ സെയിം ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് പിന്നെ എയ്ഡ് കൊണ്ട് കൊടുക്കുന്നത്. എയ്ഡ് കൊടുക്കുന്നതിന്റെ ഉള്ളിൽ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇവർ പിന്നെ വെജിറ്റബിൾ ഈ പാർസലുകൾ ഉണ്ടല്ലോ, ഈ ചാക്കുകെട്ടുകൾ, ആ ചാക്കുകെട്ടുകളിനകത്തൊക്കെ ഇവർ സ്റ്റീൽ ബുള്ളറ്റ്, അതേപോലെ ഇതിനുള്ള എല്ലാ സാമഗ്രികളും, അതായത് ഒരു വാറിനുള്ള എല്ലാ സാമഗ്രികളും ഇവർ എയ്ഡിലൂടെ കടത്തുകയാണ്. അപ്പൊ ഇത് ഈ വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർക്കോ അല്ലെങ്കിൽ അതിലിരിക്കുന്ന അസിസ്റ്റന്റിനോ ഒന്നും അറിയാതെ ഒന്നും ഇതൊരിക്കലും അകത്തോട്ട് പോകത്തില്ല. അപ്പൊ ഇത് എത്രമാത്രം ചാലഞ്ചിങ് ആണെന്നും കൂടെ മനസ്സിലാവണം. അതായത് നമ്പർ ഓഫ് സോൾജേഴ്സ് വളരെ കുറവാണ്. ലേഡീസ് ഉൾപ്പെടെയാണ് IDF ഫൈറ്റ് ചെയ്യുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവിലേജും ഇല്ല. ആണും പെണ്ണും ഒരേപോലെ ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇസ്രായേൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്പർ ഓഫ് സോൾജേഴ്സ് വളരെ കുറവാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ വക പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നത്. ഏത് രീതിയിൽ ആയുധം കടത്തും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. B-52 ബോംബർ മിഡിൽ ഈസ്റ്റിന്റെ മേളിൽ നിരന്തരം പറന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. B-52 അമേരിക്കയുടെ B-52 ബോംബർ. ഇവർ മെയിൻ ആയിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് പിന്നെ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. അതായത് യമന്റെ ഭാഗത്ത്, അത് ഹൂതികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സിറിയ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ സിറിയയുടെ ഭാഗത്തു നിന്ന് ഇനി അറ്റാക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അത് ഓൾറെഡി പുടിന്റെ അടുത്ത് സംസാരിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതേപോലെ ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു ടെറർ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നിന്ന് അവർ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിരന്തരം B-52 മിഡിൽ ഈസ്റ്റിന്റെ മേളിൽ ഇങ്ങനെ പറക്കാണ്. രണ്ടെണ്ണം പറന്ന് ഫുള്ള് മോണിറ്റർ ചെയ്യാണ്. അതേസമയം ഇസ്രായേൽ ആണെങ്കിൽ ലെബനാന്റെ ഉള്ളിൽ തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെയ്റൂത്ത് എന്ന് പറഞ്ഞ ഒരു സിറ്റി ഇനി എടുക്കാനില്ല എന്നുള്ളതാണ്. ഹിസ്ബുള്ള നാമാവിശേഷമാകേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അവർ ശരിക്കും എന്ത് ചെയ്യണം എന്നറിയാതെ സ്ട്രക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു എയർ സ്ട്രൈക്ക് ഇത്രയും നാളും ഇസ്രായേൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം ബൈഡന്റെ ഒരു ഇടപെടൽ കൊണ്ട് അമേരിക്കന്റെ ഇലക്ഷൻ എനിക്ക് 10 വോട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അയാൾ കാണിച്ച കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. എയർ സ്ട്രൈക്ക് വളരെ ശക്തമായ രീതിയിൽ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ അറിയാം എത്ര ബിൽഡിങ്ങുകൾ തകർന്ന് വീണെന്നുള്ളത്. ഇത് കൃത്യമായിട്ട് അവർ ടാർഗറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് അവർ ഓൾറെഡി തന്നെ വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളുടെ അടിയിൽ ഈ പിന്നെ വെപ്പൺസ് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതെല്ലാം അടിച്ചിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും പുതിയ അപ്ഡേറ്റ്സുകൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.